വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബർമാർ വന്നിട്ടുണ്ട്. അവരോടും 1000 നന്ദി. നിങ്ങളുടെ ഈ സപ്പോർട്ടും നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് വേറെ വലിയ വീഡിയോസ് ഒന്നുമില്ല. ഇന്ന് എൻ്റെ അനിയത്തിയെ ഒന്ന് ഒരുക്കുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ സിസ്റ്റർ ആണ്. മീ ഇല്ല, സിസ്റ്റർ. അപ്പം അന്ന് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ശാലിന് നമ്മൾ ഒരുക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത് നമുക്കൊരു വീഡിയോ എടുക്കാം. പിന്നെ ഒരുങ്ങുന്നതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ തോന്നണമെന്നേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഇതാ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുക്കട്ടെ. ആദ്യം ജസ്റ്റ് ഒന്ന് മുടി വന്ന് അതൊന്ന് ചീകി വിട്ടു കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരെ. എനിക്ക് ഒരുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ മുടിയൊക്കെ കെട്ടിക്കിടക്കാറുണ്ട്. എനിക്ക് ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇത്തിരി മടിയാണെങ്കിലും ഞാൻ ആരെങ്കിലും ഒരുക്കി കൊടുക്കും. എനിക്ക് ഒരുങ്ങാൻ ഇത്തിരി ഒരുങ്ങാനെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ അങ്ങനെ ഡെയിലി കണ്ണെഴുതാറില്ല, അങ്ങനെ ഒരാളാണ് ഞാൻ. പക്ഷെ എങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്ക്. അപ്പം കൂട്ടുകാരെ, ഞാൻ മുടിയൊക്കെ ഇവക്ക് അങ്ങനെ സ്ലൈഡൊന്നും വെച്ചാലൊന്നും പെട്ടെന്ന് ഇരിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ബണ്ണ് വാരിയൊന്നും നല്ല ഇതായിട്ട് കെട്ടുന്നതെന്ന് നമുക്ക് അത്ര ചേരില്ല. അത് ബോയൊക്കെ വെച്ച് സ്ലൈഡൊക്കെ വെച്ച് നല്ല അടിപൊളിയാണ്. അപ്പം ഇനി ബോ വെച്ച് കൊടുക്കട്ടെ. എന്റെ അമ്മയില്ലാത്ത സമയം ചേച്ചി എന്നെ ഒരുക്കി തരുന്നു. എല്ലാവരും എൻ്റെ ചേച്ചിയുടെ വീഡിയോ കാണാനേ. എന്നിട്ട് എല്ലാവരും ചേച്ചി സപ്പോർട്ടും ചെയ്യണം. ഞങ്ങളെ കൂട്ടുപോകും. ഇതിന്റെ ഒരു നീല കളർ സോമിച്ച് ചെയ്തിട്ടാണ്. സ്കൂളിൽ പോയിട്ട് എന്റെ തലേന്നിലെ തൂജി എടുത്തിട്ട് അപ്പൂപ്പനെ അപ്പൊ ഇനി ഒന്ന് മുഖമൊക്കെ ഒന്നൊരു പൗഡറൊക്കെ ഇട്ട് ഒന്ന് സുന്ദരിയാക്കട്ടെ. ആളെ ഇങ്ങോട്ട് നീങ്ങി. ഒന്ന് ഐബ്രോസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കട്ടെ. എനിക്കത് അധികം പിരിവൊന്നും വരയ്ക്കാൻ അധികം അറിയത്തില്ല. എങ്കിലും എനിക്ക് അറിയുന്ന രീതിയിലൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കാം. സൺഡേ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തുക. അഭിനയിക്കുന്ന പേര് അച്ഛനെ വീട്ടിലിരിക്കുന്നത്. അച്ഛൻ നല്ല ഡ്രോയിങ് ഒക്കെ വരയ്ക്കും. അപ്പൊ അവ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ അനിയത്തെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ അച്ചു എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത്. യഥാർത്ഥ പേര് അഭിനീത് എന്നാണ്. ആളിപ്പം 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കും. ഈ പ്രായത്തിലും അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൻ ചിത്രം വരയ്ക്കാൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആളിന് ഇതുപോലെ വരച്ചൊക്കെ ഒരു വീഡിയോ ആയിട്ടൊക്കെ എടുത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനാണ് ആഗ്രഹം. നമ്മൾ എന്തായാലും അത് ഉടനെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ആളുടെ വരച്ച ചിത്രങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു കൊടുത്തു ആരൊക്കെയാണ് വരച്ചത് കാണിച്ചു. പിന്നെ ഓരോന്ന് കൈ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതാര് ഇനി അത് ഇവിടെ കാണാം. ഇപ്പുറത്തെ വേറൊരു പടം വരച്ചിട്ടുണ്ട്. ഇതാര്?
നരേന്ദ്രമോദി നമ്മുടെ അച്ഛൻ ചെറിയ രീതിയിൽ അവനെ കണ്ട് കഴിയുന്ന രീതിയിൽ അവൻ വരച്ചതാണ്. അവന് പഠിച്ചിട്ടൊന്നുമില്ല, അവന് ഡ്രോയിങ് പഠിക്കാനും ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ അടുത്ത വർഷം തൊട്ട് ഞാൻ എൻ്റെ കൂടെ വിടാന്നൊക്കെ പറഞ്ഞിരിക്കുക, വരാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതാര് കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത് വേറെ കാണിച്ചത്. നീ ഒരുപാട് വരച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ദൈവങ്ങളെ പടങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് ആള്. ഇതാരടാ, ഇതും തോന്നുന്നു. അടുത്ത് കാണിച്ചോളൂ. നീ എന്തോ അങ്ങോട്ട് നോക്കി പറച്ചു, നിങ്ങൾ എന്നെ സപ്പോർട്ട്. ഇതെന്തോന്നു? ഇത് ഫ്ലവറ് കണ്ട അടിപൊളിയായിട്ട് അവൻ വരച്ചിട്ടുണ്ട്. യൂണിക്കോൺ അല്ലേ? സ്വന്തമായിട്ട് വരച്ചത്? നീ അവിടെ താഴെ ഇറങ്ങി. ആള് നല്ല രീതിയിൽ വരയ്ക്കും. ഇത് റോസ് ഫ്ലവർ ആണല്ലേ? ഇത് നരേന്ദ്രമോദി. അതിപ്പോ വരച്ചതാണ്. മുഖത്ത് കുറച്ച് വ്യത്യാസങ്ങളാണ്. അതെ, അത് ഫേസൊക്കെ ചെറുതാക്കി വരച്ചു. നമുക്ക് ഒരു പിരിക ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതിന്റെ പിരിവ് നല്ല കട്ടിയുള്ള പിരിവാണ്. അപ്പൊ ഇനി ഇപ്പുറത്തും കൂടി വരച്ചു കൊടുക്കട്ടെ. കേട്ടോ, അടുത്തിട്ട് വാ. നല്ല വരയ്ക്കണമെങ്കിൽ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് അടുത്തിട്ട് വാ. ഇവിടെ പിരികൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് പൗഡർ ഇട്ട് കൊടുക്കാം. പൗഡർ ഇതാ. പോട്ട് വയ്ക്കാം. നമുക്ക് ഇത് വെച്ചാൽ ചെറിയൊരു പൊട്ട് വെച്ചോളാം. ഇതുണ്ട്. ഓക്കെ, ഇനി മാലയൊക്കെ എടുത്തിട്ട് അതൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പിന്നെ മാലയും ഇതൊക്കെ ഇടുന്നത്. ഇത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് അന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിച്ചതാണ് ഈ വളയും, രണ്ട് വളയും, പിന്നെ ഒരു ഓറഞ്ചും കൂടി കൊണ്ട്. പിന്നെ ആള് അത് കഴിഞ്ഞത് കൊണ്ട് വെറുതെ രണ്ട് കയ്യിൽ ഇങ്ങനെ ഇടാം എന്ന് മാറിയും തിരിഞ്ഞ് ഇടാലോ എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നതാണ്. കൂട്ടുകാരെ, എൻ്റെ അനിയത്തി ഒന്ന് ഒരുക്കുന്ന ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.